ബാലി എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് നല്ല നല്ല കാഴ്ചകളാണ് കാണുന്നത്. എന്താ അല്ലേ, ബാലിയില് മുഴുവൻ കലാകാരന്മാരാണെന്ന് സന്തോഷ് ജോർജോൾ അങ്ങനെ പറഞ്ഞാണ് ഓർമ്മ വരുന്നത്. അത് ഫസ്റ്റ് ഇംപ്രഷൻ എയർപോർട്ടിൽ എത്തുമ്പോൾ തന്നെ അത് പ്രകടമാണ്. ഇപ്പൊ നമ്മൾ ഓൺലൈനിലാണ് വിസ എടുത്തിരിക്കുന്നത്. അപ്പോൾ B1 വിസയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിസകളൊക്കെ ആണെങ്കിൽ ഇവിടെ ഓട്ടോ ഗേറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്, നമുക്ക് നേരെ പോവാം. അല്ലാത്തവർ ഇതുപോലെ ഇങ്ങനെ ഒരുപാട് വലിയ 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 ക്യൂ ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഡയറക്റ്റ് നേരെ പോകാമെന്നാണ് പറയുന്നത്. പോയി നോക്കാം. ഇവിടെ ഒരുപാട് ഗേറ്റ്സ് ഉണ്ട്. നമ്മുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ വേറെ ഇമിഗ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ നേരെ പുറത്തേക്ക് പോകാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ എയർപോർട്ടിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. സോ ഇന്ത്യൻ പാസ്പോർട്ട് അതുണ്ടായിരുന്നുണ്ടെങ്കിൽ ആ ഒരു ക്യൂ കൂടി ഒഴിവാക്കാൻ പറ്റുന്നു. ചിലപ്പോൾ ഭാവിയിൽ വരുമായിരിക്കും എന്നാണ്. എമിഗ്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമുക്ക് വരുന്നത് ഒരു സ്റ്റിക്കർ വിസയാണ്. അപ്പോൾ ഈ എയർപോർട്ടിൽ വന്നിട്ട് വിസ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ 2 ക്യൂ ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഇവിടെ വന്നിട്ട് വിസ എടുക്കുന്നത്, അതിനൊരു ക്യൂ ഓൾറെഡി നിൽക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നമുക്ക് ആ വിസ നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യാനായിട്ടാണെങ്കിൽ അതിനും ഒരു ക്യൂ നിൽക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ $35 ഒരാൾക്ക് ഈ വിസയ്ക്ക് വേണ്ടി കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ ഓൺലൈനിൽ ഇവിടുത്തെ ഓൾറെഡി ഉള്ള ഈ വിസ എടുത്തു കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു $30 വരുന്നുള്ളൂ. അപ്പം അങ്ങനെ നമുക്ക് കാശ് ലാഭമുണ്ട്. അതുകൂടാതെ നമുക്ക് സമയലാഭമുണ്ട്. 2 ക്യൂവിൽ ഒരു ക്യൂവിൽ മാത്രം നിന്നാൽ മതിയോ.